നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണല്ലോ ആലിപ്പഴം. നല്ല ശക്തമായ മഴയിലാണ് സാധാരണയായി ആലിപ്പഴ വീഴ്ച ഉണ്ടാകാറുള്ളത്. നമ്മളൊക്കെ ഇത് ആസ്വദിക്കാറുമുണ്ട്. എന്നാൽ എങ്ങനെയാണ് ആലിപ്പഴം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശക്തമായ മഴയ്ക്കൊപ്പം ഐസ് കഷ്ണങ്ങൾ താഴേക്ക് പതിക്കുന്നതിനെയാണ് ആലിപ്പഴ വീഴ്ച എന്ന് പറയുന്നത്. ഏകദേശം 5 മില്ലിമീറ്ററിനും 15 സെൻറ്റിമീറ്ററിനും ഇടയ്ക്ക് വ്യാസമുള്ള ഐസ് കഷ്ണമാണ് ആലിപ്പഴം. പൊതുവെ ഗോളാകൃതിയിലാണെങ്കിലും വിവിധങ്ങളായ ആകൃതിയിലുള്ള ആലിപ്പഴങ്ങൾ പെയ്യാറുണ്ട്. ഏകദേശം 15 മിനിറ്റാണ് ആലിപ്പഴ വീഴ്ച ഉണ്ടാകാറുള്ളത്. വളരെ ശക്തമായ ഇടിയോട് കൂടിയ മഴയിൽ കുമുലോനിംബസ് മേഘങ്ങളിലാണ് ആലിപ്പഴം ഉണ്ടാകുന്നത്. ഇത്തരം മഴമേഘങ്ങൾക്കുള്ളിൽ താഴേക്കും മുകളിലേക്കും ശക്തമായ വായുപ്രവാഹമുണ്ടാകും. മുകളിലേക്കുള്ള വായുപ്രവാഹത്തെ അപ്ഡ്രാഫ്റ്റ് എന്നും താഴേക്കുള്ളതിനെ ഡൗൺ ഡ്രാഫ്റ്റ് എന്നും വിളിക്കുന്നു. ശക്തമായ അപ്ഡ്രാഫ്റ്റിൽപ്പെടുന്ന മഴത്തുള്ളികൾ മേഘത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തുന്നു. ഉയരം കൂടിയ താപനില 0 ഡിഗ്രിക്ക് താഴെയായ ഇവിടെ വെച്ച് വെള്ളത്തുള്ളികൾ ഐസാകുന്നു. ഇതിനു പുറമെ മേഘത്തിനകത്തുള്ള ചെറിയ മേഘകഷ്ണങ്ങൾ കൂടി ഈ ഐസ് കട്ടകൾക്കൊപ്പം ചേരുന്നു. ഇതോടെ ആലിപ്പഴത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ആലിപ്പഴം ശക്തമായ മഴയിൽ താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആലിപ്പഴവും ആലിപ്പഴ വീഴ്ചയും ഉണ്ടാകുന്നത്. രസകരമായ മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.